കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കുകയാണ്. അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്കിൽ രാജ്യം നിശ്ചലമായി. പണിമുടക്കിൽ പങ്കെടുക്കുന്ന എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമായി ദില്ലി ജന്തർ മന്ദറിൽ വമ്പിച്ച പ്രകടനം നടത്തി. CA2 ജനറൽ സെക്രട്ടറി തപൻ സെൻ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകാത്ത സാഹചര്യം അംഗീകരിക്കാനാകില്ലെന്നും തപൻ സെൻ വ്യക്തമാക്കി. औद्योगिक और सर्विस सेक्टर असंगठित क्षेत्र का मजदूर मुकम्मल हड़ताल कर रहा है। करीब 12 से 13 स्टेट में बंद की स्थिति पैदा हो गया है। कई सारे ट्रांसपोर्ट ठप हो गया है. എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ പ്രകടനം നടത്തി. പശ്ചിമ ബംഗാൾ, ത്രിപുര, ഹരിയാന തുടങ്ങി 10ഓളം സംസ്ഥാനങ്ങളെ പണിമുടക്ക് കാര്യമായി ബാധിച്ചു. ദില്ലിയിൽ JNU സർവകലാശാല അധ്യാപകർ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ദില്ലി സർവകലാശാലയിലും പണിമുടക്കുണ്ടായി. ദില്ലിയിലെ വ്യവസായ മേഖലയായ ഗുഡ്ഗാവിലെ ഫാക്ടറികൾ പ്രവർത്തിച്ചില്ല. ബാങ്കിംഗ്, ഇൻഷുറൻസ്, പ്രതിരോധ മേഖലയും സ്തംഭിച്ചു. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കിയതിനാൽ നിരവധി സർവീസുകൾ റദ്ദാക്കി. ട്രെയിൻ സർവീസും പല സ്ഥലത്തും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തലസ്ഥാന നഗരം ഉൾപ്പെടെ തെക്കൻ കേരളത്തിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. കൊല്ലത്തും പത്തനംതിട്ടയിലും ഹർത്താൽ സമാധാനപരമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനതൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച ഇടതു വലതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് തെക്കൻ കേരളത്തിൽ എല്ലാ മേഖലകളിലെയും പ്രവർത്തനം നിശ്ചലമാക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാരും അധ്യാപകരും KSRTC സ്വകാര്യ ബസ് തൊഴിലാളികളും പണിമുടക്കിൽ അണിനിരുന്നതോടെ തെക്കൻ ജില്ലകളിൽ ബന്ദിന്റെ പ്രതീതിയായി. ചുരുക്കം ഇരുചക്ര വാഹനങ്ങളും അവശ്യ സർവീസ് വാഹനങ്ങളും ഒഴികെ മറ്റൊന്നും നിരത്തിലിറങ്ങിയില്ല. കൊല്ലം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ചും പ്രകടനവും നടന്നു. ഇവിടെ പൂർണ്ണമായും പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു. എല്ലാ മേഖലകളിലെയും ജീവനക്കാർ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ പണിമുടക്കിന് ശക്തി കൂടുകയായിരുന്നു. പത്തനംതിട്ട ജില്ലയിലും ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്ക് സമസ്ത മേഖലയും സ്തംഭിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പ്രതിഷേധവുമായി അണിനിരന്നത്. തിരുവനന്തപുരത്തും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ISRO, VSSC ജീവനക്കാരുടെ ജോലിയിൽ പ്രവേശിച്ച സമരത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ സമരസമിതി തടഞ്ഞു. ISRO വാഹനങ്ങളുടെ ഗ്യാരേജ് ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ഉപരോധിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ പ്രകടനത്തിൽ സ്ത്രീകളടക്കം 10,000 പങ്കെടുത്തു. തുടർന്ന് നടന്ന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ അധ്യക്ഷനായ യോഗത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ ആനത്തലവട്ടം ആനന്ദൻ, KP രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വൻപിച്ച തൊഴിലാളി പ്രക്ഷോഭമായി മാറുകയായിരുന്നു ദേശീയ പണിമുടക്ക്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായ തലസ്ഥാനം ഉൾപ്പെടുന്ന മധ്യകേരളത്തിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. കൊച്ചി മെട്രോ നിർമ്മാണം നിലച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. FACT, HMT, HOC, TCC, അപ്പോളോ ടയർസ് തുടങ്ങി പൊതു സ്വകാര്യ മേഖലകളിലെ തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിയതോടെ വ്യവസായ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. വല്ലാർപാടത്ത് ചരക്ക് നീക്കം നിലച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗവും ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളും തുറമുഖ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കാളികളായി. പണിമുടക്കിനെ തുടർന്ന് കൊച്ചി മെട്രോ നിർമ്മാണവും നിലച്ചു. കാലടി സർവകലാശാലയിലെ ജീവനക്കാർ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും പണിമുടക്കി. ഇടുക്കിയിൽ തോട്ടം മേഖലയും ആലപ്പുഴയിൽ പരമ്പരാഗത വ്യവസായ മേഖലയും പണിമുടക്കിൽ നിശ്ചലമായി. മധ്യകേരളത്തിലെ 5 ജില്ലകളിലും സ്വകാര്യ KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. അതേസമയം ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. തുടർന്ന് സംഘടിപ്പിച്ച സമര ക്യാമ്പുകളിൽ നേതാക്കൾ തൊഴിലാളികളെ അഭിസംബോധന ചെയ്തു. സമര ക്യാമ്പുകളിൽ നാടൻ പാട്ടടക്കമുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ച ആവേശപൂർവ്വമാണ് മധ്യകേരളത്തിൽ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കാളികളായത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ മുഹമ്മദ് ഇർഫാനോടൊപ്പം KM ഉമേഷ്. ദേശീയ പണിമുടക്കിൽ വടക്കൻ കേരളം പൂർണ്ണമായും സ്തംഭിച്ചു. സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പണിമുടക്കിയ തൊഴിലാളികൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രകടനവും ധർണയും നടത്തി. ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഒറ്റ മനസ്സോടെ ഏറ്റെടുത്തതോടെ വടക്കൻ കേരളം പണിമുടക്കിൽ പൂർണ്ണമായും സ്തംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഭിമുഖ്യത്തിൽ നടന്ന പണിമുടക്കിൽ വടക്കൻ കേരളത്തിലെ അന്തർ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു.
ബൈക്കും കാറും ഉൾപ്പെടെയുള്ള ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും പ്രവർത്തിച്ചില്ല. പാൽ, പത്രവിതരണം, ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയുൾപ്പെടെ പണിമുടക്കിൽ പൂർണ്ണമായും സ്തംഭിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരത്തിൽ നടന്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരത്തിൽ നടന്ന സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ CITU സംസ്ഥാന സെക്രട്ടറി M. ചന്ദ്രനും കണ്ണൂരിൽ CITU സംസ്ഥാന സെക്രട്ടറി KP. സഹദേവനും ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുന്നുമലിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. വയനാട് കൽപ്പറ്റയിൽ നടന്ന ധർണ AITUC സംസ്ഥാന സെക്രട്ടറി വിജയൻ കുരിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 100ലേറെ കേന്ദ്രങ്ങളിൽ നടന്ന പ്രകടനത്തിനും ധർണയ്ക്കും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകളോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. പാനൂരിൽ BJP പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ 10 വയസ്സുകാരന് പരിക്കേറ്റു. രാവിലെ ഇരിട്ടിയിൽ RSS ശക്തി കേന്ദ്രത്തിൽ സ്ഫോടനം നടന്നിരുന്നു. സ്ഫോടനത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, നിരന്തരമുണ്ടാകുന്നു സ്ഫോടനം. ഇന്ന് രാവിലെ കൂടി വാർത്ത കേട്ടതാണ്. ഇപ്പോൾ പാനൂരിൽ ഏത് കേന്ദ്രത്തിലാണ്, എവിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്? പ്രജീഷ്, കണ്ണൂരിലെ RSS കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനം നിരന്തരമായി സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇരിട്ടി പാലപ്പുഴയിലെ RSS കേന്ദ്രത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് പാനൂർ ചെണ്ടയാട് കിഴക്കുവയൽ എന്ന സ്ഥലത്ത് അടച്ചിട്ട വീട്ടിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത്. RSS കേന്ദ്രത്തിലാണ് ഈ സ്ഫോടനവും നടന്നിരിക്കുന്നത്. RSS പ്രവർത്തകന്റെ വീടിന് തൊട്ടുമുന്നിലുള്ള അടച്ചിട്ട വീട്ടിലാണ്, കാലങ്ങളായി ആൾതാമസമില്ലാത്ത വീട്ടിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചന്ദ്രന്റെ BJP സ്ഥാനാർത്ഥി ചന്ദ്രന്റെ മകനാണ് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ചന്ദ്രന്റെ വീടിന്റെ മുന്നിലെ ആൾതാമസമില്ലാത്ത വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. 3 ബോംബുകൾ, പൊട്ടാത്ത 3 ബോംബുകൾ ഈ സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ചന്ദ്രന്റെ മകൻ ദേവനന്ദ്, 10 വയസ്സാണ് ഈ കുട്ടിക്ക്. ഈ കുട്ടിയുടെ കണ്ണിന് പരിക്കേറ്റിരിക്കുകയാണ്. കുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർച്ചയായി ഇത്തരത്തിൽ RSS കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ്, 10 ദിവസം മുമ്പാണ് കതിരൂർ കോട്ടയം പോയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ബോംബ് നിർമ്മാണത്തിനിടെ ഒരു RSS പ്രവർത്തകൻ മരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനുശേഷം ഗണേശോത്സവം വരാൻ പോവുകയാണ്. ഗണേശോത്സവത്തിന് മുന്നോടിയായി ഇത്തരത്തിൽ RSS കേന്ദ്രങ്ങളിൽ സ്ഫോടക വസ്തു ശേഖരം ഉണ്ടാകുന്നു എന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു. പോലീസ് ജാഗ്രത പാലിക്കണമെന്നും പോലീസ് പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പ്രജീഷ്, ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ ഇരിട്ടി പാലപ്പുഴയിൽ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ ബോംബ് പൊട്ടിയും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. അബ്ദുൾ റസാഖ് എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഇയാളെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 ദിവസത്തിനിടെ കണ്ണൂരിലെ RSS ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന രണ്ടാമത്തെ ബോംബ് സ്ഫോടനമാണിത്. ഇരിട്ടി പാലപ്പുഴയിലെ RSS കേന്ദ്രത്തിലാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. പാലപ്പുഴയിലെ അബ്ദുൾ റസാഖ് എന്നയാൾ പറമ്പിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ കാട് വെട്ടുന്ന യന്ത്രം ബോംബിൽ തട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. 12 മണിയോടെയാണ് സംഭവം നടന്നത്. അബ്ദുൾ റസാഖിന്റെ ശരീരമാസകലം പരുക്കേറ്റിട്ടുണ്ട്. ഗുരുതര പരുക്കുകളോടെ അബ്ദുൾ റസാഖിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. ഒരാഴ്ച മുൻപാണ് കോട്ടയം പൊയിലിലെ RSS കേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ RSS പ്രവർത്തകൻ മരിച്ചത്. ഗണേശോത്സവത്തിന്റെ തയ്യാറെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബോംബുകളാണ് ഈ കാട് പിടിച്ചു നിൽക്കുന്ന ഈ പ്രദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ആ ബോംബ് പൊട്ടിയിട്ടാണ് നിരപരാധിയായിട്ടുള്ള ആ പറമ്പിന്റെ ഉടമസ്ഥൻ മാരകമായിട്ട് പരിക്കുപറ്റി ഇവിടെ AKG ആശുപത്രിയിൽ വന്നിട്ടുള്ളത്. അധികാരികൾ ഗൗരവപൂർവ്വം ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം. ഇത്തരങ്ങൾ ബോംബുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തണം. അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം. കോട്ടയം പോലിൽ ബോംബ് സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്നും മാരകായുധങ്ങളും പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ണൂരിലെ RSS കേന്ദ്രങ്ങൾ വൻ ആയുധശേഖരത്തിന്റെ കേന്ദ്രങ്ങളാവുന്നു എന്നതിന്റെയും ഏത് നിമിഷവും സംഘർഷ സാധ്യതയുള്ളതും ജനങ്ങൾ ഭീതിയുണ്ടാക്കുന്ന രീതിയിലുള്ളതുമായ സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സിംഗൂരിൽ ഭൂമി ഏറ്റെടുത്തതിൽ രാഷ്ട്രീയവും ഭരണപരവുമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പാർട്ടി നേരത്തെ വിലയിരുത്തിയതാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. വ്യാവസായിക വളർച്ചയും തൊഴിലവസരങ്ങൾ കൂട്ടുകയും ലക്ഷ്യം വെച്ചാണ് അന്നത്തെ ഇടതു സർക്കാർ ഭൂമി ഏറ്റെടുത്തതെന്നും PB വ്യക്തമാക്കി. സിംഗൂരിൽ ഭൂമി ഏറ്റെടുത്തത് നിയമവിരുദ്ധമാണെന്ന സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട്
പോളിറ്റ് ബ്യൂറോ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അന്ന് ലഭ്യമായിരുന്ന ഒരേ ഒരു ഭൂമി ഏറ്റെടുക്കൽ നിയമമായിരുന്ന 1894 നിയമം അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുത്തത്. കർഷകരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഭൂമി ഏറ്റെടുക്കൽ നിയമങ്ങളെ പാർട്ടി എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ടെന്നും PB അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പച്ചക്കൊടി. പദ്ധതിയുടെ പരിസ്ഥിതി അനുമതി റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ട്രിബ്യൂണൽ തള്ളി. പരിസ്ഥിതി സംരക്ഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. സമിതി 6 മാസം കൂടുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പരിസ്ഥിതി അനുമതി റദ്ദാക്കണമെന്ന ഹർജിയിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ വിധി. ജസ്റ്റിസ് സ്വതന്ത്രകുമാർ അധ്യക്ഷനായ 4-അംഗ ബെഞ്ച് അനുമതി റദ്ദാക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണം. 7-അംഗ വിദഗ്ധ സമിതിയിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ, സമുദ്ര ഗവേഷകർ, സംസ്ഥാന സർക്കാർ പ്രതിനിധി എന്നിവരുണ്ടാകും. 6 മാസത്തിലൊരിക്കൽ വിദഗ്ധ സമിതി ട്രിബ്യൂണലിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വിധി പ്രസ്താവത്തിൽ നിർദ്ദേശമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാലിന്യങ്ങൾ കടലിലൊഴുക്കാൻ പാടില്ല. നിയമലംഘനം നടത്തിയാൽ പിഴയൊടുക്കേണ്ടി വരുമെന്നും ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. വിധി സ്വാഗതാർഹമാണെന്നും പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജെയിംസ് വർഗീസ് പറഞ്ഞു. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും ലംഘിക്കപ്പെടുവാനായിട്ട് സംസ്ഥാന സർക്കാരിനും താല്പര്യമില്ല. അതുകൊണ്ട് ഈ വിദഗ്ധ സമിതി വന്നത് പ്രത്യേകമായിട്ട് പ്രോജക്റ്റിനെ യാതൊരു തരത്തിലും ബാധിക്കത്തില്ല, ഒരു അനുകൂല ഘടകമായിട്ട് കാണും. പരിസ്ഥിതി സംരക്ഷണത്തിന് നിർദ്ദേശങ്ങൾ വച്ചുകൊണ്ടുള്ള വിധിയായതിനാൽ പദ്ധതിയെ എതിർക്കുന്നവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്യാൻ ഇടയില്ല. 2018 സെപ്റ്റംബറിൽ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തീകരിക്കുക എന്ന തുറമുഖ കമ്പനിയുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിയമ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഹരിത ട്രിബ്യൂണലിന്റെ വിധി സഹായകരമാകും. ദില്ലിയിലെ ദേശീയ ഹരിത ട്രിബ്യൂണലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. മുത്തലാഖിനെ അനുകൂലിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. തലാഖ് വഴിയുള്ള വിവാഹമോചനം അനുവദിക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തി നിയമത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടി. മുത്തലാഖ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം മുസ്ലിം വനിതകളും വനിതാ സംഘടനകളും നൽകിയ ഹർജിയിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നിലപാട് അറിയിച്ചത്. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞ് വ്യക്തി നിയമത്തിൽ കൈകടത്താൻ കോടതിക്ക് അധികാരമില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഓണാഘോഷത്തിന് നിയന്ത്രണം. സ്കൂൾ സമയത്ത് ഓണാഘോഷം നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശം. ഓണപരിപാടികളുടെ പേരിൽ അമിതമായ പണപ്പിരിവ് പാടില്ലെന്നും ഇത്തരം പരിപാടികളിൽ സ്കൂൾ യൂണിഫോം നിർബന്ധമാണെന്നും ഉത്തരവിറങ്ങി. ഹയർ സെക്കൻഡറി ഡയറക്ടറുടേതാണ് ഉത്തരവ്. വിദ്യാലയങ്ങളിലെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിന് കോട്ടം തട്ടാതിരിക്കാൻ എന്ന പേരിലാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഓണാഘോഷത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറങ്ങിയത്. സ്കൂൾ സമയത്ത് ഓണാഘോഷം പാടില്ലെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടർ ഉത്തരവിൽ പറയുന്നു. കൂടാതെ ഇത്തരം പരിപാടികളിൽ സ്കൂൾ യൂണിഫോം നിർബന്ധമായിരിക്കണം. കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതിന് സ്കൂൾ പ്രിൻസിപ്പലിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. പരിപാടികളുടെ പേരിൽ അമിതമായ പണപ്പിരിവ് പാടില്ല. ഒപ്പം ഒരു പ്രവൃത്തി ദിനം മുഴുവൻ ആഘോഷ പരിപാടികൾക്കായി മാറ്റിവെക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു. കൂടാതെ ഓണാഘോഷ പരിപാടികളിൽ PTA, SMC എന്നിവരുടെ സാന്നിധ്യം ഉറപ്പാക്കണം. കലാകായിക പരിപാടികളിൽ അധ്യാപകരുടെ സമ്പൂർണ്ണ നിയന്ത്രണവും മേൽനോട്ടവും പ്രിൻസിപ്പൽ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവ് നിഷ്കർഷിക്കുന്നു. സ്കൂൾ അച്ചടക്കത്തിന് വിരുദ്ധമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഹയർ സെക്കൻഡറി ഡയറക്ടർ ഉത്തരവിലൂടെ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും പ്രചാരമുള്ള വിനോദമാണ് പകിടകളി. ഓണക്കാലമാകുമ്പോൾ പകിടകളിയുടെ ആവേശത്തിലാകും ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളും. പുരയിടങ്ങളിൽ പാതയോരത്തുമൊക്കെ താൽക്കാലിക ഷെഡ് കെട്ടി പകിടകളുണ്ടാക്കിയാണ് പകിടകളി ടൂർണമെന്റുകൾ നടത്തുന്നത്. 2 ടീമുകൾ നേർക്കുനേർ നിന്ന് പകിട 12 എന്ന് നീട്ടിവിളിച്ച് കളിക്കളത്തിലേക്ക് പകിടകൾ ഉരുട്ടിവിടുന്നതോടെ ആരവവും ഉച്ചസ്ഥായിലെത്തും. പകിടകൾ ഉരുണ്ടുമറിഞ്ഞ് നിശ്ചലമാകുമ്പോൾ കാണുന്ന എണ്ണത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കളിക്കാരിലും കാണികളിലും ഒരുപോലെ വാശിയും ആവേശവും പതഞ്ഞുയരും. ഓരോ ടീമിനും കരുക്കൾ നീക്കാൻ ഓരോ പോരുകാരനും കളി നിയന്ത്രിക്കുന്ന അമ്പയറുമൊക്കെയുണ്ട്. 3 ദശാബ്ദക്കാലമായി പകിടക്കളത്തിൽ സജീവമായി നിൽക്കുന്ന ഹരിഹരൻ നായർ. ഇതുവരെയായിട്ടും അലമ്പുണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടാവും. ആ വാഗ്വാദങ്ങൾ ആ കളി കഴിയുമ്പോൾ തീരും. പിച്ചള, ഓട്, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ പകിടയുടെ ഉള്ളു പൊള്ളയായിരിക്കും. 2 പകിടകൾ കയ്യിൽ പിടിച്ച് ചേർത്താണ് ഉരുട്ടുന്നത്. പകിട ഉരുട്ടി കിട്ടുന്ന എണ്ണത്തിനനുസരിച്ച് 4 കരുക്കൾ കളത്തിലെ കോളങ്ങളിലൂടെ മുന്നോട്ട് നീക്കി നടുക്കളത്തിലെ തായത്തിലെത്തുമ്പോഴാണ് പകിടകളിയുടെ വിജയിയെ പ്രഖ്യാപിക്കുക. ഒത്തിരി ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണക്കാലം എത്തുമ്പോൾ പകിടകളിൽ കൊണ്ട് സജീവമാവുകയാണ് മധ്യ തിരുവിതാംകൂറിലെ ഗ്രാമപ്രദേശങ്ങൾ.
ഇറഞ്ഞാലിൽ നിന്നും ക്യാമറമാൻ സാന്തിത്ത് ആർപ്പൂക്കരോടൊപ്പം ടി പി പ്രശാന്ത്. റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ സന്ദേശവുമായി ഫയർ കെയർ അഗ്നിശമന ഉപകരണ ഉൽപാദകർ തിരുവനന്തപുരത്ത് ബോധവൽക്കരണ ജാഥ നടത്തി. വി എസ് ശിവകുമാർ MLA പേട്ടയിൽ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. 50ഓളം ഇരുചക്ര വാഹനങ്ങൾ ജാഥയിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഫയർ കെയറിന്റെ ധീരതാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഫയർ കെയർ ഡയറക്ടർ ദീപ് സത്യൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി.